ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നോട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ നമുക്ക് കണ്ടാലോ? അത്ര വലിയ വീഡിയോ ഒന്നും എന്നാലും ചെറുത്, എന്നാലും നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് സൺഡേ ആയിട്ട് ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത്? നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി വീഡിയോ എടുക്കുന്നതല്ല. നമ്മൾ ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഹൈദരാബാദിൽ തന്നെ ഒരു സ്ഥലമുണ്ട്, എന്ന് വെച്ചാൽ ഒരു സ്റ്റോറുണ്ട്. സ്ഥലം എന്നാണ് പറയുന്നത്. ഒരു സ്റ്റോറുണ്ട്, കൊച്ചിൻ സൂപ്പർ മാർക്കറ്റ് എന്നാണ് പേര്. അവിടെ നമ്മൾ കേരള എല്ലാവിധ ഐറ്റമും കിട്ടും. കേരളത്തിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാം കിട്ടും. അങ്ങനെ പുട്ടുപൊടി ആഹാരം തിന്നണം, എന്താ വെച്ചാൽ കുക്ക് ചെയ്ത് തിന്നണം അതൊന്നുമില്ല. മറ്റേ ഇങ്ങനെ റോ ആയിട്ടുള്ള സാധനമൊക്കെ ഉണ്ട്. അടുത്ത എന്താ പറയുക, ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ അച്ചാറിൻ്റെ സെക്ഷനാണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പുട്ടുപൊടിയാണ്. പുട്ടുപൊടിയുടെ നിറച്ചിട്ടുണ്ട്. ഓരോ ബ്രാഹ്മിൻസിൻ്റെ ബ്രാൻഡുണ്ട്, അങ്ങനെ കുറേ ബ്രാൻഡുണ്ട്. മൂന്നാമത്തത് അത് തന്നെയാണ്. ഇപ്പം നാലാമത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അരി ഉഴുന്ന് അതൊക്കെയാണ് നാലാമത്തത്. കണ്ടോ, അരി ഉഴുന്ന് അരി അതൊക്കെയാണ് അവിടുത്തെ. പിന്നെ അതിൻ്റെതായ അവൽ അതൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഓരോരോ റേറ്റായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. നമ്മളെ കടല വന്നിട്ട് 45 രൂപ. ഈ കടല എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, ചുവപ്പ് കടലോ എനിക്കറിയില്ല. 45 രൂപയാണ്. ഞാൻ ഓരോ വിലകൾ വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. ഈ വീഡിയോ വരുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ അടുത്ത എന്ന് വെച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ തിന്നേണ്ട പലഹാരങ്ങൾ അതൊക്കെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ അലുവ, മിച്ചർ, അങ്ങനത്തെ കുറേ തിൻപണ്ടങ്ങൾ അതൊക്കെയാണ് അതിനവിടെ ഉള്ളത്. തിന്നണ ആഹാരം. അടുത്ത നമ്മൾ ഫ്രിഡ്ജിനകത്ത് നമ്മൾ ജ്യൂസ്, ഡ്രിങ്ക്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കിയ ഇത് എന്താ പറയുക, ഇഞ്ചി അത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ ഇങ്ങനെ നമ്മൾ കണ്ണ് പെട്ടെന്ന് പോയ സാധനമാണ് ലിച്ചി. അയ്യോ ഗൈസ്, നല്ല ഇനിപ്പുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും വീണ്ടും തിന്നുകൊണ്ടിരിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ പകത്ത് നിന്ന് തീർത്തു. വീണ്ടും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ തീർന്നു പൈസ. പെട്ടെന്ന് തീരും ഇവിടെ. എന്ത് സാധനമാണെങ്കിലും പെട്ടെന്ന് തീരും. അതാണ് കുറച്ച് കഴിഞ്ഞ് കണ്ടോ കാലിയ കിടക്കുക. പിന്നെ അപ്പുറത്തെ സൈഡിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മുട്ടുവേദന, കാലുവേദന, പനി അതിൻ്റെയൊക്കെ മരുന്നുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മരുന്നോ പോകും. പിന്നെ നമ്മൾ എന്താ വൈൻ വെച്ചിട്ട് ഫ്രൂട്ട് വൈൻ ഉണ്ടല്ലേ, ഫ്രൂട്ട് വൈൻ ഒക്കെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് വാങ്ങിച്ചില്ല, നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ പാലട പായസം, ഇൻസ്റ്റൻറ്റ് സദ്യ, പാലട മിക്സ്, അങ്ങനെ കുറേ ബ്രാൻഡിൻ്റെ കുറേ ഇത് വന്നിട്ട് 89 ഉണ്ട്. കുഴപ്പമില്ല, റുപ്പീസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പായസമൊക്കെ വെച്ചിട്ടുണ്ട്, മിക്സൊക്കെ വെച്ചിട്ടുണ്ട്. വേണവരും പോയി വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ബ്രാൻഡും പൈസയും ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോയി കാണാം. ഓക്കെ, അടുത്ത് വീണ്ടും താഴത്തെ സെക്ഷനിലും മസാലയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അടുത്തത് മൂന്നാമത്തെ വന്നിട്ട് എണ്ണ, ശർക്കര, പുളി അതൊക്കെയാണ്. പിന്നെ അപ്പുറത്ത് തന്നെ തലയ്ക്ക് എണ്ണ, പിന്നെ അങ്ങനെ കുറച്ച് ക്രീം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം തീർന്നു വയസ്സ്, ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. നമ്മൾ വന്ന് ലേറ്റാണെന്ന് തോന്നുന്നു. പിന്നെ അരി ഉഴുന്ന് അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഗൈസ്. പിന്നെ ഉണക്ക മീനുണ്ടായിരുന്നു, കായ ഉണ്ടായിരുന്നു. പിന്നെ അത് പണിക്കെന്ത് നടക്കണം, ഞാൻ പെട്ടെന്ന് പോയി എടുത്തതാണ്. ഓക്കെ, അങ്ങനെയാണ് പരിപാടി. അപ്പം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ അടിച്ചങ്ങ് പൊളിച്ചു. അപ്പം എന്നിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനൊരു സിബപ്പ് വാങ്ങിച്ചു. ഞാൻ മറ്റേ ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ എനിക്കൊരു സിബപ്പ് കണ്ടു. എനിക്ക് സിബപ്പ് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാൻ. അപ്പം ഞാൻ ഇവിടെ കുറേ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കാം. അവിടെ കുറേ വിധം ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാം പാരി പറക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് കുടിച്ചാൽ എന്താ പറയുക, ഒന്നീ ജലദോഷം, അതൊക്കെ ഓൾറെഡി ഇപ്പോൾ ജലദോഷം, അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഞാൻ 2 സിപ്പപ്പ് വാങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ഒന്ന് ഇതിൻ്റെ എൻ്റെ പേരെന്താ, പൈനാപ്പിളിൻ്റെ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുടിച്ച് നമ്മൾ പോവുകയാണ്. ആക്ച്വലി അമ്മ പറഞ്ഞു ഒരു പൈനാപ്പിൾ മതി, ഒരു മാംഗോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ മാംഗോ വാങ്ങിച്ചു വന്നു. ഓന് ഭയങ്കര ജലദോഷമാണ് ഗൈസ്. എനിക്ക് എപ്പോഴാണ് എനിക്ക് അലർജിയാണ് ഗൈസ്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ പോയത് നമ്മൾ സ്റ്റാർ ബസാറാണ് ഗൈസ്. സ്റ്റാർ ബസാർ ഗൈസ്, ഞാൻ കുടിച്ച് വണ്ടി ഒന്ന് കുലുങ്ങി എല്ലാം താഴെ വരുന്നത് ഗൈസ്. ഷടബുള. അടുത്ത് നമ്മൾ പോയത് സ്റ്റാർ ബസാറായിരുന്നു. അവിടെ സൂഡിയെല്ലാം ഒന്നിച്ചുണ്ട്. നല്ല വലുതൊന്നുമല്ല, എന്നാലും വലിയൊരു മോള് പോലെ കാണാൻ ലുക്കൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട് അകത്ത്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ അകത്ത് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ പോയി വാങ്ങുക. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലാണ് നമ്മൾ ആദ്യം വന്നത്. മാങ്ങപ്പഴം ഉണ്ട് ഗൈസ്. അപ്പോൾ ചൂടല്ലേ, അപ്പോൾ എന്താ പറയുക, മാങ്ങപ്പഴം വാങ്ങി. അയ്യോ, എന്നിട്ട് നമ്മൾ ഓറഞ്ച് ഉണ്ടായിരുന്നു, ആപ്പിൾ, അങ്ങനെ എന്താ പറയുക, മൊസാമ്പി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബിയർ ഉണ്ടായിരുന്നു,
ബിയറോ അങ്ങനെ എന്തോ സാധനം എനിക്കറിയില്ല. എനിക്കറിയില്ല അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന്. അടുത്ത് പേര് അറിയില്ല എനിക്ക് ആദ്യത്തെ കാര്യം. പിന്നെ അടുത്ത് തൈര്, പാല് അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഒരു ചേച്ചി കറാട്ടയുടെ ഡ്രസ്സ് ഇട്ടുണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, കണ്ണിൽ ഡ്രസ്സിൽ. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. അടുത്ത് അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ കണ്ടു ഗൈസ്. പിന്നെ കുറേ വാങ്ങുകയും ചെയ്തു. അമ്മ എൻ്റെ അടുത്ത് ഈ സാധനം കൊണ്ടാലോ, ഈ സാധനം വെറൈറ്റി ആണല്ലോ, അങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ നോക്കി നോക്കി നടക്കുന്ന പോലെയാണ് നമ്മൾ പോയിട്ടിരുന്നത്. പിന്നെ എനിക്ക് ബ്രെഡിൻ്റെ കൂടെ ചീസ് അല്ലെങ്കിൽ ബട്ടർ ഇതൊക്കെ വെച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നഗറ്റ്സിൻ്റെ ഫ്രൈ ചെയ്തത് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങി. പക്ഷേ എനിക്ക് അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മൾ വാങ്ങിയുണ്ട്, പിന്നെ വാങ്ങിയില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, കൂൾ ഡ്രിങ്ക്സിൻ്റെ സെക്ഷനായിരുന്നു മൊത്തത്തിൽ. എല്ലാം പറക്കി എടുക്കണമെന്നായിട്ടുണ്ട്, എന്നിട്ട് എടുത്തില്ല. പിന്നെ അങ്ങനെ സെക്ഷനിൽ കറങ്ങി പോവുകയായിരുന്നു ഗൈസ്. ഇവിടെ കുറേ എന്താ പറയുക, ബിസ്ക്കറ്റിൻ്റെ സെക്ഷനായിരുന്നു. കുറേ ബിസ്ക്കറ്റ് എനിക്ക് വാങ്ങണമെന്ന് തോന്നി, ഞാൻ കുറേ വാങ്ങി. പക്ഷെ കുറേ വാങ്ങിക്കണമെന്ന് തോന്നിപ്പോയത് കുറേ കിട്ടിയില്ല. അതിന് വിഷമമുണ്ട് ഗൈസ്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. എൻ്റെ അമ്മ കുറേ നട്ട്സൊക്കെ പറക്കി വരുന്നുണ്ടായിരുന്നു, എന്തോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പായസത്തിലിടാൻ കഴിക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പാണ് ഗൈസ് ഞാൻ ഈ സെക്ഷനിൽ വന്നപ്പോൾ ഒരു കാര്യം എൻ്റെ കണ്ണിങ്ങനെ അയ്യോ പെട്ട് ഗൈസ്. എനിക്കിപ്പോൾ വാങ്ങിക്കാതിരിക്കാൻ പറ്റിയില്ല, ഞാൻ വാങ്ങി ഗൈസ്. ഇത് ഡ്രൈ ഫ്രൂട്ട് കൗണ്ടറാണ് ഗൈസ്. ആ സാധനമാണ് ഈ ചോപ്സ്റ്റിക്ക് എന്ന് പറയുന്ന സാധനമാണ് ഗൈസ്. എൻ്റെ കണ്ണിലിങ്ങനെ പെട്ടെന്ന് ഗൈസ് ഞാൻ കൊണ്ട് ഇട്ടു, പിന്നെ പെട്ടെന്ന് ഇട്ടു. പിന്നെ ഞാൻ പാസ്ത വാങ്ങി ഗൈസ്. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ പാസ്ത വാങ്ങിക്കാമെന്ന്. പക്ഷേ എന്താ പറയുക, ഞാൻ തേടിയപ്പോൾ എന്താ പറയുക, രണ്ടിൻ്റെ വില അനുസരിക്കുമ്പോൾ രണ്ടും ചെറിയ കുറച്ച് ഉണ്ടാകുന്നത്. അപ്പോൾ അതനുസരിക്കുമ്പോൾ നമ്മൾ വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചാൽ മതിയാവുമല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പിന്നെ ആ ഒരു വലിയ പാക്കറ്റ് എടുത്തു. എന്ന് വെച്ചാൽ ഈ ചെറുതല്ലേ, ഇത് അല്ല, അതിൻ്റെ മസാലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വലുത് വാങ്ങി. പറഞ്ഞു മൈദയില്ലാതെ എന്താ പറയുക ആട്ടേരാ വാങ്ങിക്കുക, ഗോതമ്പിൻ്റെ വാങ്ങിക്കുക. പിന്നെ അതൊക്കെ ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഞാൻ തേടി ഒരു പരിവായി. എന്നിട്ട് നമ്മൾ ജാമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സോസ് അങ്ങനെ കുറച്ചുണ്ട്, പിന്നെ എണ്ണയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ, അങ്ങനെ പറയാം വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോ റേറ്റിംഗ് എഴുതി എല്ലാത്തിനും പൊട്ടിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള മനസ്സെനിക്കുണ്ട്, പക്ഷെ ഒന്നും ചെയ്തില്ല. ഞാൻ കുറേ ഫേസ് വാഷൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ എപ്പോൾ യൂസ് ചെയ്യുന്ന മാമാർത്തിൻ്റെ ഫേസ് വാഷും ഹിമാലയയാണ്. അപ്പോൾ മാമാർത്തിൻ്റെ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ഹിമാലയയുടെ എടുത്തു ഒരു ഫേസ് വാഷ്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. പിന്നെ കുറേ ഹെയർ കളറും ഷാമ്പൂ ഒക്കെ ഉണ്ടായിരുന്നു. ഷാമ്പൂ ഓൾറെഡി എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല, അല്ലെങ്കിൽ വാങ്ങി തന്നെ. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു. പിന്നെ എൻ്റെ കണ്ണിൽ നെറ്റിയതാണ് സൺസ്ക്രീം ലാക്മിയുടെ. ആക്ച്വലി എൻ്റെ കയ്യിൽ ഇപ്പോൾ സൺസ്ക്രീം ഉണ്ട്, അത് ലാക്മിയുടെ തന്നെയാണ്, പക്ഷെ അത് ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വാങ്ങിയതുള്ളൂ. അത് തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വാങ്ങാം നമുക്ക്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു, ഞാൻ വാങ്ങിയ അത്രയേ ഉള്ളൂ. പിന്നെ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ലാക്മിയുടെ ആണ് വാങ്ങിയത്. കൊള്ളായിരുന്നു, നല്ല എന്താ പറയുക, നമുക്ക് സ്കിന്നൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും അങ്ങനെ, അതുകൊണ്ട് വാങ്ങിയ. അപ്പോൾ ഞാൻ കുറേ എക്സ്പയറി ഡേറ്റ്, പിന്നെ എന്താ പറയുക പൈസ റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. പിന്നെ ഈ ഒരു യൂണീക്കായിട്ടുള്ള കാര്യം കണ്ടു കേട്ടോ, ഈ ഒരു ബോട്ടിൽ പോലത്തെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, വാങ്ങിയാൽ ഞാൻ യൂസ് ചെയ്തില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ബാർബി എൻ്റെ എവർ ഫേവറേറ്റ് ആണ്. പക്ഷെ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വാങ്ങിയില്ല, കാരണം ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്തില്ല, അങ്ങനെയാണ് കൊണ്ടിടുക, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ കുറേ പാത്രത്തിൻ്റെ സെക്ഷനാണ്. പിന്നെ പാത്രം കണ്ടാൽ പിന്നെ അമ്മ നിലത്ത് നിൽക്കുമല്ലോ, ഇങ്ങനെ ഇത് വാങ്ങിക്കാതെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ കുറേ വെറൈറ്റി സ്പൂൺ ഉണ്ട്, ഡിസൈനൊക്കെ ഉള്ള സ്പൂണ്. ഞാൻ 2-3 അങ്ങനെ പരക്കി. ഭയങ്കര റേറ്റ് കേട്ടോ ഈ ഡിസൈനൊക്കെ ഉള്ള, ഇങ്ങനെ ഡിസൈനൊക്കെ ഇല്ല, അത് ഭയങ്കര റേറ്റാണ്. മറ്റേ ഇല പോലെ ഇരിക്കുന്നത് 79 രൂപ. പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മുള്ളു പോലെ ഇങ്ങനെ നിൽക്കത്തില്ല, അത് 250 രൂപ ഒരു സെറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു സെറ്റിൽ 20 അല്ലെങ്കിൽ 10 വരും തോന്നുന്നു. പിന്നെ നമ്മൾ കണ്ണാടി കട ഉണ്ടായിരുന്നു, പിന്നെ കണ്ണാടി കടയല്ല, കൂളിംഗ് ഗ്ലാസ് തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, വാങ്ങിച്ച് ബിൽ കൗണ്ടറിൽ വരെ കൊണ്ട് വച്ചു. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് വേണ്ടെന്ന്, അപ്പോൾ ഞാൻ തിരിച്ചു കൊണ്ട് വെച്ചു. അങ്ങനെ പരിപാടി ബിൽ കൗണ്ടറിനെ കൊണ്ട് വച്ചു, എന്നാലും തിരിച്ചു കൊണ്ട് വെച്ചു. അപ്പോൾ അങ്ങനെയാണ്. ഈ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ആ യൂണീക്ക് സാധനത്തിന്, എനിക്കറിയില്ല എന്താ പേരെന്ന്. പിന്നെ നമ്മൾ പോയി, പിന്നെ ബിരിയാണി തിന്നു. ബിരിയാണി രാത്രി തിന്നതല്ല, എന്നാണ് ഞാൻ കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ തിന്നാറുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആയിട്ട് കാണുന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടാറ്റാ.